ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ ഇന്ന് ബാബു സിഫത്തിസ് സ്വലാഹ് ബുലൂഗുൽ മറാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണിത്. എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്? ഇസ്ലാമിൽ ഷഹാദത്തൈന് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭം റുക്നാണ് സ്വല. ആ സ്വലാത്തിൻ്റെ സിഫത്ത്, രൂപവും അതിൻ്റെ ഹൈഅത്ത്, കോലവുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഈ ഹദീസുകളിൽ. കുറേ ഹദീസുകളുണ്ട്, അതുകൊണ്ട് തന്നെ മസ്അലകളിലെ കൂടുതൽ മസ്അലകൾ പറയില്ല. ഇൻഷാ അല്ലാഹ് വരും ഹദീസുകളിൽ മസ്അലകൾ വരും. ഒന്നാമത്തെ ഹദീസ് عن أبي هريرة رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال إذا قمت إلى الصلاة فأصبغ الوضوء ثم استقبل القبلة فكبر ثم اقرأ ما تيسر معك من القرآن ثم اركع حتى تطمئن راكعا ثم ارفع حتى تعتدل قائما ثم اسجد حتى تطمئن ساجدا ثم ارفع حتى تطمئن جالسا ثم اسجد حتى تطمئن ساجدا ثم افعل ذلك في صلاتك كلها. അങ്ങനെയല്ലേ ലഫ്ദുള്ള്? തമാം. അഖ്റജഹു السبعة واللفظ للبخاري. അതുവരെ നമുക്ക് അത് വിശദീകരിക്കാം, എന്നിട്ട് പിന്നെ തുടർന്നുള്ളത്. നിസ്കാരത്തിൻ്റെ രൂപം വിശദീകരിക്കുകയാണ്. ഹൈഅത്ത്. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസിനാണ് ഹദീസ് ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ ഫിഖ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഹദീസുൽ മുസീ ലി സ്വലാത്തിഹി എന്ന് പറയാം. അൽ മുസീഉ ലി സ്വലാത്തിഹി, നമസ്കാരം നേരെയാക്കാതെ നിർവഹിച്ചു, ഒരാൾ തെറ്റായി നിർവഹിച്ചു. ഹദീസുൽ മുസീഉ ലി സ്വലാത്തിഹി എന്നാ പറയാം. ഹദീസുൽ മുസീ ലി സ്വലാത്തിഹി, തൻ്റെ നമസ്കാരം അത് തെറ്റായി നിർവഹിച്ചു ഒരു വ്യക്തി. അങ്ങനെ ആ വ്യക്തിയോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരമാണിത്. ആ വ്യക്തിൻ്റെ പേര് ഖല്ലാദ് ഇബ്നു റാഫിഅ എന്നാണ്. ഖല്ലാദ് ഇബ്നു റാഫിഅ. ഇദ്ദേഹമാണ് മോശമായിട്ട് നിസ്കരിച്ച് ശരിയാമത്തിൽ നിസ്കാരം നിർവഹിച്ചില്ല. നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വന്നിട്ട് സലാം പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കിയിട്ട് പറഞ്ഞ് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങി ചെന്നിട്ട് നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയിട്ട് നിസ്കരിച്ച് നെടുകൊണ്ടും വന്ന് അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങി ചെന്ന് നിസ്കരിക്കാൻ പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്ത് അദ്ദേഹം പോയിട്ട് നിസ്കരിച്ച് മടങ്ങി വന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പറഞ്ഞ് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അള്ളാഹുവാണ് സത്യം, ഇതിലേറെ നന്നായിട്ട് നിസ്കരിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ച ഹദീസുകളുടെ ഒരു പ്രധാന ലഫ്ദാണിത്. ഈ ഹദീസിന് വേറെയും ലഫ്ദുകളുണ്ട്, പ്രയോഗങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ലഫ്ദാണ് ഇത്. ഇതാണ് ഹദീസുൽ മുസീഉ ലി സ്വലാത്തിഹി. ഹദീസ് പിന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. തൻ്റെ നമസ്കാരത്തിൽ മോശമായിട്ട് നിസ്കാരം കാഴ്ചവെച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരാണ് ഖല്ലാദ് ഇബ്നു റാഫിഅ ഇബ്നു മാലിക് ഇബ്നുൽ അജ്ലാനി. അദ്ദേഹം
അൻസാരിയാണ്, ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്. ബനു സുറൈഖ് ഒരു ഉപഗോത്രമാണത്, ഖസ്റജിൻ്റെ ഉപഗോത്രമാണ് ബനു സുറൈഖ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത് ഖല്ലാദ് ഇബ്നു റാഫിഅ് ഇബ്നു മാലിക് അൽ അജ്ലാനി അസ്സുറഖി അൽ അൻസാരി, അസ്സുറഖി അൽ അൻസാരി അല്ലെങ്കിൽ അൽ ഖസ്റജി അസ്സുറഖി അൽ അൻസാരി എന്നൊക്കെ പറയും ഇദ്ദേഹത്തെക്കുറിച്ച്, ഖല്ലാദ് ഇബ്നു റാഫിഅ്. ഈ ഖല്ലാദും ഖല്ലാദിൻ്റെ സഹോദരനെ നിങ്ങൾക്ക് പുസ്തകത്തിൽ വരും റിഫാൻ്റെ പേര് അതിലുണ്ടാവും, പുസ്തകത്തിലുണ്ടാവും. റിഫാ ഇബ്നു റാഫിഅ്. പിന്നെ മാലിക് ഇബ്നു റാഫിഅ്. 3 സഹോദരങ്ങളാണ്, മനസ്സിലായി. ഇവരുടെ വാപ്പയാണ് റാഫിഅ് ബിൻ മാലിക്, ഖല്ലാദ് ബിൻ റാഫിഅ്, റിഫാ ബിൻ റാഫിഅ്, മാലിക് ബിൻ റാഫിഅ്. ഇവരുടെ വാപ്പാൻ്റെ പേരാണ് റാഫിഅ് ഇബ്നു മാലിക് അൽ അജ്ലാനി. ഈ റാഫിഅ് ബിൻ മാലിക് കല്യാണം കഴിച്ചിരുന്നത് ഉമ്മു മാലിക് എന്ന സ്ത്രീയാണ്. ഉമ്മു മാലിക് ഉബയ്യ് ബിൻ സുലൂലിൻ്റെ മകളാണ്. ഉബയ്യ് ബിൻ സുലൂലിൻ്റെ മകൾ. ആരാ ഉബയ്യ് ബിൻ സുലൂൽ? കപടവിശ്വാസികളുടെ നേതാവ്, മുനാഫിക്കുകളുടെ നേതാവായ കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുള്ള ഇബ്നു ഉബയ്യ് ബിൻ സുലൂക്ക് അല്ലേ, സുലൂൽ. അപ്പോൾ ആ ഉബയ്യ് ബിൻ സുലൂലിൻ്റെ മകളാണ് ഉമ്മു മാലിക്. അതാണ് ഇവരുടെ ഉമ്മ, ഈ ഖല്ലാദിൻ്റെയും റിഫായുടെയും മാലിക്കിൻ്റെയും. ഇവർ 3 ആളും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദരീങ്ങളിൽപ്പെട്ടവരാണ്. ഇവരുടെ വാപ്പ റാഫിഅ് ബിൻ മാലിക് ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ മക്കൾ 3 പേരും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇവരുടെ ഈ ഖല്ലാദും റിഫായും തമ്മിലുള്ള ബദറിലേക്കുള്ള യാത്രയിലൊരു സംഭവം നടന്നിട്ടുണ്ട്. ബദറിലേക്ക് ഇവരൊരു പറ്റേ ശോഷിച്ച രോഗിയായ ഒരു ഒട്ടകപ്പുറത്താണ് ഇവർ രണ്ടാളും പോകുന്നത്, ഖല്ലാദും റിഫായും. അങ്ങനെ റൗഹ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഈ ഇവരുടെ ഒട്ടകം നിലത്ത് വീണ്. അങ്ങനെ ഇവർക്ക് വാഹനമല്ല, മനസ്സിലല്ലേ, ഒരൊട്ടകം വീണ്. അങ്ങനെ ഇവരിങ്ങനെ കൈമലർത്തി നിൽക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മദീനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിനെ അറുത്തിട്ട് അള്ളാഹു എന്നതിൻ്റെ മാർഗ്ഗത്തിൽ അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്നവരെ പറഞ്ഞാണ് അങ്ങനെ കാണാൻ ചരിത്രത്തിൽ. ഏതായാലും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒട്ടകം വീണാണെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തിനെ തെളിച്ച് അതിൻ്റെ വായിലേക്ക് തുപ്പി എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. ഏതായാലും അങ്ങനെ ആ ഒട്ടകം ഉഷാറായി. ഇവർ 2 പേരും ബദറിലേക്ക് ആ ഒട്ടകപ്പുറത്താണ് എത്തിയതെന്ന് ഇവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഖല്ലാദിൻ്റെയും അതേപോലെ റിഫായുടെയും. ഖല്ലാദ് റിഫാ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. സിഫീനിലും അതേപോലെ ജമൽ യുദ്ധത്തിലും സിഫീനിലൊക്കെ അലിയുടെ പക്ഷത്ത് ഇദ്ദേഹം റിഫാ യുദ്ധം ചെയ്തിട്ടുണ്ട്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ പക്ഷത്തു നിന്നത്. ഈ റാവി നമുക്ക് പുസ്തകത്തിൽ വരും. കാരണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ് റിഫാ. ഖല്ലാദാണ് തെറ്റി നിസ്കരിച്ചത്. അപ്പോൾ ഇവർ 2 ആൾ ഇതിന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ഖല്ലാദ് നിസ്കരിച്ചപ്പോൾ ആ രംഗം വീക്ഷിച്ച ആളാണ് റിഫാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും വീക്ഷിച്ച ആളാണ് റിഫാ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിഫാ ഇത് റിപ്പോർട്ട് ചെയ്തത്. ഈ ഖല്ലാദ് ബദറിൽ ഷഹീദാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദറിന് തൊട്ട് മുമ്പായിരിക്കാം ഈ നിസ്കാരം നടന്നതും റസൂലുള്ളാഹി അദ്ദേഹത്തെ പഠിപ്പിച്ചതും, ബദറിന് മുമ്പായിട്ട്. അതുകൊണ്ട് തന്നെ ഖല്ലാദ് ഇബ്നു റാഫിഅ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കാരണം അദ്ദേഹം ജീവിച്ചിട്ടില്ല. അതേസമയം ആ രംഗം കണ്ട റിഫാ ഇബ്നു റാഫിഅ് സഹോദരനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹദീസിനെ റിവായത്ത് ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം, റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഖുംത ഇലസ്സലാ. റിഫാ ഇബ്നു റാഫിഅ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ വേറെയും റാവിമാർ എന്തുണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്രസിദ്ധമായ ഹദീസാണ്. ഇവിടെ ഇമാം ബുഖാരിൻ്റെ റിപ്പോർട്ടിൽ എന്താണ് അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്തുള്ളത്. പക്ഷേ വേറെ റിപ്പോർട്ടുകളിൽ ഇയാളിൽ നിന്നും റിഫാ ഇബ്നു റാഫിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
തയ്യബ് ഇദാ ഖുംത ഇല സ്വലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖല്ലാദ് ബിൻ റാഫിഇനോട് പറഞ്ഞു, ഇദാ ഖുംത നിങ്ങൾ നിന്നാൽ, ഇല സ്വലാഹ് നമസ്കാരത്തിലേക്ക് നിന്നാൽ എന്ന് പറഞ്ഞാൽ ഇദാ അറത്തൽ ഖിയാം ഇല സ്വലാഹ്, നമസ്കാരത്തിലേക്ക് നിൽക്കുവാൻ ഉദ്ദേശിച്ചാൽ, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ. ഖുർആനിൽ പറഞ്ഞില്ലേ, ഇദാ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാഹ് ഫഗ്സിലു വുജൂഹക്കും, സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ നിങ്ങൾ മുഖം കഴുകുക എന്നാണ്. നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയിട്ട് വുദു ചെയ്യാന്ന അല്ല, പിന്നെ നമസ്കാരം ഉദ്ദേശിച്ചാൽ എന്ന മാനയിലാണ്. അപ്പോൾ ഇദാ ഖുംത ഇല സ്വലാഹ്, നമസ്കാരത്തിലേക്ക് നിൽക്കുവാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫഅസ്ബിഗിൽ വുദു, ഫഅസ്ബിഗ് നിങ്ങൾ പൂർത്തിയാക്കി ചെയ്യുക, അൽ വുദു എന്തിന്, വുദുവിനെ നിങ്ങൾ പൂർത്തിയാക്കി ചെയ്യുക. ഇദ്ദേഹത്തോടാണ് റസൂലുള്ള പറയുന്നത്, ഖല്ലാദ് ബിൻ റാഫി' ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്നോടാണ് പറയുന്നത്, താങ്കൾ നമസ്കാരം ഉദ്ദേശിച്ചാൽ ഫഅസ്ബിഗിൽ വുദു, വുദുവിനെ പൂർത്തിയാക്കി ചെയ്യുക. ഇസ്ബാഖുൽ വുദു എന്നാണ് എന്താ, പൂർത്തിയായിട്ട് ചെയ്യുക. എങ്ങനെ വുദുവിനെ പൂർത്തിയാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വുദുവിൻ്റെ അവയവങ്ങളിലൊക്കെ വെള്ളം എത്തിച്ച് പിന്നെ പൂർത്തിയാക്കിയിട്ട് വുദു ചെയ്യുക. തയ്യബ് സുമ്മ, അതൊക്കെ നമുക്ക് വന്നാണ്, എന്താണ് ഇസ്ബാഖുൽ വുദു, അതൊക്കെ ബുലുഗുൽ മറാമിൽ വന്നല്ലേ. സുമ്മ എന്നിട്ട് ഇസ്തഖ്ബിൽ അൽ ഖിബ്ലത, ഇസ്തഖ്ബിൽ താങ്കൾ മുന്നിടുക, അൽ ഖിബ്ലത ഖിബ്ലയിലേക്ക് മുന്നിടുക. ഫകബ്ബിർ എന്നിട്ട് കബ്ബിർ, തക്ബീർ ചൊല്ലുക. കബ്ബറ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലാഹു അക്ബർ എന്ന് പറയുക എന്നാണ്. അല്ലാഹു അക്ബർ എന്ന് പറയും. ഇതാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനാണ് കബ്ബറ എന്ന് പറയാം. അറബിയിൽ പറയും ഈ നഹ്ത്, അതായത് പണ്ട ഒന്നിലേറെ കെലിമത്തുകളിൽ നിന്നുള്ള അക്ഷരങ്ങളെ എടുത്തിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഒരു വാചകം ഉണ്ടാക്കണതിനാണ് ഇങ്ങനെ. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് തക്ബീറാണ്, പിന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് ഹംദലയാണ്, ഹസ്ബി അല്ലാഹ് എന്നുള്ളത് ഹസ്ബലയാണ്, ഇങ്ങനെ പറയില്ലേ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അങ്ങനെയൊക്കെ. തയ്യബ് അതാണ് കബ്ബറ. ഫകബ്ബിർ ശരിക്കും കബ്ബറ എന്ന് പറഞ്ഞാൽ വലുതാക്കി എന്നർത്ഥം, കബ്ബറ വലുതാക്കി, കബ്ബീർ നീ വലുതാക്കി എന്നർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താ, കബ്ബറ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുക. അപ്പോൾ സുമ്മസ്തഖ്ബിൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക. ഖിബ്ലയിലേക്ക് മുന്നിടൽ എന്താ, നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഫവല്ലി വജഹക ശത്റൽ മസ്ജിദിൽ ഹറാം ഫകബ്ബിർ, എന്നിട്ട് നിങ്ങൾ അല്ലാഹു അക്ബർ പറയുക. സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, സുമ്മ പിന്നീട് ഇഖ്റ നിങ്ങൾ ഓതുക, മാ തയസ്സറ മഅക താങ്കൾക്ക് എളുപ്പമായത്, മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന്. അപ്പോൾ മിനൽ ഖുർആനിൽ നിന്ന്, മഅക തങ്ങളോടൊപ്പം, മാ തയസ്സറ എളുപ്പമായത്, ഇഖ്റ താങ്കൾ ഓതുക. ഒന്നുകൂടി ഇങ്ങോട്ട് വരാം. സുമ്മർക്ക പിന്നീട് നിങ്ങൾ റുക്കൂ ചെയ്യുക, ഹത്താ തത്മഇന്ന റാക്കിഅൻ, ഹത്താ തത്മഇന്ന റാക്കിഅൻ റുക്കൂ ചെയ്യുന്നവനായി നിങ്ങൾ അടങ്ങി പാർക്കുവോളം, ഹത്താ തത്മഇന്ന നിങ്ങൾ അടങ്ങി പാർക്കുവോളം, റാക്കിഅൻ റുക്കൂ ചെയ്യുന്നവനായി. സുമ്മർഫ പിന്നീട് നിങ്ങൾ ഉയരുക അല്ലെങ്കിൽ ഉയർത്തുക, ഹത്താ തഅ്തദില ഖായിമൻ നിൽക്കുന്നവനായി നിങ്ങൾ സ്റ്റഡിയാകുന്നത് വരെ, നേരെയാകുന്നത് വരെ, നിൽക്കുന്നവനായി നിങ്ങൾ സ്റ്റഡിയാകുന്നത് വരെ, നേരെ നിൽക്കുന്നത് വരെ എന്നർത്ഥം. സുമ്മ പിന്നീട് ഉസ്ജൂദ് നിങ്ങൾ സുജൂദ് ചെയ്യുക, ഹത്താ തത്മഇന്ന സാജിദൻ സുജൂദ് ചെയ്യുന്നവനായി നിങ്ങൾ അടങ്ങിപ്പാർക്കുവോളം, സുജൂദ് ചെയ്യുന്നവനായി നിങ്ങൾ അടങ്ങിപ്പാർക്കുവോളം. സുമ്മർഫ പിന്നീട് നിങ്ങൾ ഉയരുക, ഹത്താ തത്മഇന്ന ജാലിസൻ ഇരിക്കുന്നവനായി അടങ്ങി പാർക്കുന്നത് വരെ. സുമ്മസ്ജുദ് വീണ്ടും നിങ്ങൾ സുജൂദ് ചെയ്യുക, ഹത്താ തത്മഇന്ന സാജിദൻ സുജൂദ് ചെയ്യുന്നവനായി അടങ്ങി പാർക്കുവോളം. സുമ്മഫ്അൽ പിന്നീട് നിങ്ങൾ ചെയ്യുക,
ദാലിക ഇത് ഫി സലാത്തിക കുല്ലിഹ, ഫി സലാത്തിക കുല്ലിഹ നിങ്ങളുടെ നമസ്കാരത്തിൽ മുഴുവനും, നമസ്കാരത്തിൽ മുഴുവനും. ഈ ഹദീസ് അഖ്റജഹു സബ്അ, ഈ അഖ്റജഹു സബ്അ? ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. അവർ 7 പേരാണ് അഖ്റജഹു സബ്അ. വൽ ലഫ്ദു ലിൽ ബുഖാരി, ഈ ഹദീസിൽ വന്ന ലഫ്ദ് ഇമാം ബുഖാരിയുടെ ലഫ്ദാണ്. നമസ്കാരം ഉദ്ദേശിച്ചാൽ അസ്ബിഗിൽ വുദു, വുദു പൂർത്തിയാക്കുക. സുമ്മ ഇസ്തഖ്ബിലിൽ ഖിബ്ല, എന്നിട്ട് ഖിബ്ലയിലേക്ക് നിങ്ങൾ മുന്നിടുക, തിരിയുക. ഫകബ്ബിർ, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുക. അത് അല്ലാഹു അക്ബർ എന്ന അതിനാണ് അർത്ഥം പറയേണ്ടത്, ഫകബ്ബിർ എന്നുള്ളതിന്. കാരണം എന്തുകൊണ്ട്? ഈ കബ്ബീർ എന്നുള്ളത് റസൂൽ അവിടെ കൽപ്പിച്ചു അദ്ദേഹത്തോട് പറയാൻ. ഈ ഖല്ലാദ് ബിൻ റാഫിയോട് പറഞ്ഞു ഫകബ്ബിർ. റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അത് പ്രാവർത്തികമായി കാണിച്ചു തന്നു. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് പറയാൻ കാരണം അല്ലാഹു അക്ബർ എന്നുള്ള ലഫ്ദ് തന്നെ പറയണോ, അതല്ല അള്ളാഹുവിനെ മഹത്വപ്പെടുന്ന ഏത് ലഫ്ദ് പറഞ്ഞാലും മതിയോ? അല്ലാഹു അഅ്ദം, അല്ലെങ്കിൽ അല്ലാഹു അജൽ, അല്ലെങ്കിൽ അല്ലാഹു അഅസ്. എന്താ അല്ലാഹു അജൽ എന്ന് പറഞ്ഞാൽ പ്രതാപം മുറ്റിയ അള്ളാഹു, ഏറ്റവും പ്രതാപവാനായ അള്ളാഹു. അതേപോലെ തന്നെ അല്ലാഹു അഅസ് എന്ന് പറഞ്ഞാലോ. അതേപോലെ അല്ലാഹു അഅ്ദം എന്ന് പറഞ്ഞാൽ മഹത്വം ഉടയവനായ ഏറ്റവും മഹാനായ അള്ളാഹു എന്നാണ്. അത് പറഞ്ഞാലും മതി. അതാണ് ഹനഫികളുടെ വിശ്വാസം, ഹനഫികളുടെ വാദം. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫകബ്ബിർ എന്ന് കൽപ്പിച്ചു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ റസൂൽ എന്ത് ചെയ്തിട്ടുള്ളത്? നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അജൽ എന്നും പറഞ്ഞിട്ടില്ല, അല്ലാഹു അഅ്ദം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലാഹു അഅസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹനഫികളുടെ വാദം തെറ്റാണ്. അതേപോലെ ഹനഫികൾ ഇവിടെ ഫകബ്ബിർ എന്ന് പറഞ്ഞാൽ ഉളു നിസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ ഉളു ചെയ്യുക എന്നുള്ളത് എന്താ? നിസ്കാരത്തിൻ്റെ ഷർത്താണ് അല്ലേ? ഖിബ്ലക്ക് മുന്നിടാന്ന് പറഞ്ഞാലോ അത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്താ? നിസ്കാരത്തിൻ്റെ റുക്നാണ്. ഹനഫികൾ പറയുന്നത് അത് ഷർത്താണ്. ഹനഫികളുടെ വാദം അത് ഷർത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം, അതായത് എന്താ ഈ തക്ബീറത്തുൽ ഇഹ്റാം? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആദ്യത്തെ തക്ബീർ. അതിന് തക്ബീറത്തുൽ ഇഹ്റാം പറയാൻ കാരണം അതുവരെ പറ്റിയ പ്രവൃത്തികളൊന്നും എന്ത് ചെയ്യില്ല, നിസ്കാരത്തിൽ പറ്റൂല. അതിന് വിലക്കാണ് തക്ബീറത്തുൽ ഇഹ്റാം കൂടി. മനസ്സിലല്ലേ? അപ്പോൾ അത് ഷർത്താണോ റുക്കിനാണോ? ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു റുക്കിനാണ്. ഹനഫികൾ പറഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാം ഷർത്താണ്. മനസ്സിലായി? റുക്കിനില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, ഷർത്തില്ലെങ്കിലും നിസ്കാരം ശരിയാവില്ല. അപ്പോൾ ഷർത്ത് പറഞ്ഞാലും റുക്കിന് പറഞ്ഞാലും ഒരുപോലെ അല്ലേ? ഷർത്തില്ലെങ്കിൽ ഉളില്ലെങ്കിൽ നിസ്കാരം ഉണ്ടോ? നിസ്കാരം സാധുവാവില്ല. അതേപോലെ തന്നെ ഒരാൾ റുക്കു ചെയ്തിട്ടില്ലെങ്കിലോ നിസ്കാരം സാധുവാവില്ല. അപ്പോൾ റുക്കിനാണ് റുക്കു, വുദു ഷർത്താണ്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണെന്ന് പറഞ്ഞാലും അത് ഷർത്താണെന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഷർത്ത് പറഞ്ഞാൽ നിസ്കാരത്തിന് പുറത്താണ്. അതായത് ഒരാൾ എന്ത് ചെയ്ത് ഇപ്പോൾ വുദു ചെയ്ത് ഷർത്ത് എത്തിച്ച് എന്നിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് എന്നിട്ട് നിസ്കരിച്ച്, നിസ്കാരം ശരിയാണ്. അതേസമയം ഒരാൾ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് കുറച്ച് നേരം പ്രസംഗിച്ചിട്ട് പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി നിസ്കാരം തുടങ്ങിയാൽ നിസ്കാരം ശരിയാകില്ല. റുക്കിൻ ഒരു വസ്തുവിൻ്റെ മാഹിയത്തിൽപ്പെട്ടതാണ്, ഒരു സംഗതിയുടെ മാഹിയത്തിൽ അതിൽപ്പെട്ടതാണ്. നിസ്കാരം എന്ന ഇബാദത്തിൽ ഉൾപ്പെട്ടതാണ് എന്ത്? റുക്കിൻ. ഷർത്ത് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ഷർത്ത് അതിൻ്റെ ബാഹ്യമായതും ആകും. അപ്പോൾ ഇവിടെ പിന്നെ അവിടെ ആ വിഷയത്തിൽ ഹനഫികൾ ഉണ്ടല്ലോ, ഹനഫികൾ കുറേ ഒറ്റപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് തക്ബീറത്തുൽ ഇഹ്റാം, അത് ഷർത്താണെന്നുള്ള വാദം. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോളുന്നില്ല, അല്ലാഹു അജൽ അല്ലെങ്കിൽ അല്ലാഹു അഅ്ദം അല്ലെങ്കിൽ അല്ലാഹു അഅസ് എന്നൊക്കെ പറഞ്ഞാലും ശരിയാകും എന്നുള്ളത്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് ഫകബ്ബിർ എന്നാണ്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് തന്നെയാണ് പറയേണ്ടത്. ചിലർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു എന്ന് എൻ്റെ ഉണ്ടല്ലോ, നീട്ടിയിട്ടുണ്ടെങ്കിൽ തക്ബീറാവില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണോ എന്ന് ചോദ്യമാണ്, അല്ലാഹു ആണോ എന്ന് ചോദ്യമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു വലിയവനാണോ എന്ന് ചോദ്യമാണ്. മനസ്സിലായി? അതേപോലെ ഈ അക്ബാർ എന്നുള്ള പ്രയോഗം ചിലർ അക്ബാർ എന്ന് പറയുന്നേക്കാം, അത് പറ്റൂല. ഖബർ അക്ബാറാണ്.
കെബർ എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് അക്ബാർ. ഉച്ചാരണം ഉണ്ടല്ലോ, അത് വലിയ ഭയങ്കര ഖെബർ. ഖെബറുൻ അതിൻ്റെ പിന്നെ പ്ലൂറലാണ് പിന്നെ അക്ബാർ. ഖെബർ എന്ന് പറഞ്ഞാൽ ചെണ്ട എന്നർത്ഥം, അക്ബാർ എന്ന് പറഞ്ഞാൽ ചെണ്ടകൾ എന്നർത്ഥം. ചെണ്ട ഉണ്ടല്ലേ മുട്ടണേ. അപ്പോൾ നോക്കി നിങ്ങൾ എത്ര അർത്ഥം മാറും. അള്ളാഹു അക്ബാർ എന്ന് ഒരാൾ പറയുമ്പോൾ മുസീബാദി. അള്ളാഹു അക്ബർ ആ രീതിയിൽ തന്നെ തക്ബീർ പറയണം. തൈ സുമ്മസ്തഖ്ബിലിൽ ഖിബ്ല ഫകബ്ബിർ എന്നിട്ട് നിങ്ങൾ തക്ബീർ ചൊല്ലുക. സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ. സുമ്മ ഖറ എന്നിട്ട് നിങ്ങൾ പാരായണം ചെയ്യുക. മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉള്ളതിൽ ഏറ്റവും എളുപ്പമായത്. അതേതാ എളുപ്പമായത്? സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ്. മനസ്സിലായില്ലേ? അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നുള്ളത് ഈ ഹദീസിൻ്റെ വേറെ ലഫ്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. ഇഖ്റ ബി ഉമ്മിൽ കിതാബ്. ഇമാം ഇബ്നു ഹിബ്ബാനും അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിൽ അദ്ദേഹത്തോട് റസൂല കൽപ്പിച്ചത് ഇഖ്റ ബി ഉമ്മിൽ കിതാബ്, ഫാത്തിഹ ഓതാനാണ്. അപ്പോൾ ഇവിടെ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ്. അവിടെയും ഹനഫികൾ ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കെതിരാണ്. ഹനഫികൾ പറയുന്നത് ഫാത്തിഹ ഓതിക്കൊള്ളണമെന്നില്ല, നിർബന്ധമില്ല എന്നാണ്. അവർ പറഞ്ഞത് ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ട് ഖുർആനിന് ഏറ്റവും എളുപ്പമായത് ഓതുക മുസ്സമ്മിലിൻ്റെ അവസാനത്തിൽ, സൂറത്ത് മുസ്സമ്മിലിൻ്റെ അവസാനത്തിൽ. ഇവിടെ റസൂൽ പറഞ്ഞു ഫഖ്റഉ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ. അപ്പോൾ ഖുർആനിന് ഏറ്റവും എളുപ്പമായത് അതൊരു ആയത്തായാലും ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിയിട്ടുണ്ടെങ്കിലും മതി എന്നുള്ളതാണ് ഹനഫികളുടെ പക്ഷം. അത് ശരിയല്ല. ഒന്നാമത്തേത് ആയത്ത് അവർ പറഞ്ഞു ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, അല്ല ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, അല്ലെങ്കിൽ ഫഖ്റഉ മാ തയസ്സറ മിൻഹു എന്ന് സൂറത്തുൽ മുസ്സമ്മിലിൻ്റെ അവസാനത്തിൽ പറഞ്ഞില്ലേ. അത് സൂറത്തുൽ ഫാത്തിഹ ഓതണ വിഷയമല്ല. പിന്നെ അത് ഖിയാമുൽ ലൈൽ നിസ്കരിക്കണതിനെ കുറിച്ചാണ്. ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരത്തെക്കുറിച്ച്. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. രാത്രി നമസ്കാരത്തിൽ എത്ര ഓതണം അതിനെക്കുറിച്ച് ഇളവ് വന്നതാണ് ഫഖ്റഉ മാ തയസ്സറ മിൻഹു എന്നുള്ളത്. അത് എന്തല്ല സൂറത്തുൽ ഫാത്തിഹ ഓതണ വിഷയമല്ല ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ ഹദീസ് കൊണ്ട് അവർ തെളിവെടുത്തു സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ. പക്ഷേ അത് ഏത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഹദീസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്, സൂറത്തുൽ ഫാത്തിഹയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ മല്ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ് ഫലാ സ്വലാത്ത ലഹു, ഫാത്തിഹ ഓതാത്തവർക്ക് എന്തില്ല, നിസ്കാരമില്ല. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്നുള്ളത് അത് പിന്നെ ഇളവില്ലാത്തവർക്ക്, ചിലർക്ക് ഇളവുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാതിരിക്കാൻ, നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ഇവിടെ. അപ്പോൾ ഒരാൾക്ക് ഇളവില്ല, ഒഴിവുകഴിവില്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ അയാൾ ഫാത്തിഹ ഓതുക തന്നെ വേണം. സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ സുമ്മ ഇർകഅ പിന്നീട് നിങ്ങൾ റുക്കൂ ചെയ്യുക. ഹത്താ തത്മഇന്ന റാക്കിയാൻ റുക്കൂ ചെയ്യുന്നവനായി അടങ്ങി പാർക്കുവോളം. ഇവിടെ ഈ റാഫി ഖല്ലാദ് ബിൻ റാഫി ഉണ്ടല്ലോ, അയാളെ നിസ്കരിച്ചിട്ടില്ല എന്ന് റസൂലുള്ള പറയാൻ കാരണം എന്താ, അദ്ദേഹം റുക്കൂ ചെയ്തതും അതേപോലെ തന്നെ റുക്കൂവിൽ നിന്ന് ഉയർന്നത് സുജൂദ് ചെയ്തൊക്കെ സ്പീഡ് മോഷനിലാണ്. അദ്ദേഹത്തിന് എന്തുണ്ടായിട്ടില്ല, ഇത്മീനാൻ ഉണ്ടായിട്ടില്ല, തുമഅനീനത്ത് ഉണ്ടായിട്ടില്ല. ഭയങ്കര സ്പീഡിലാണ് മൂപ്പരെ നിസ്കാരം. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. നിങ്ങളുടേത് കേവലം ചില ആക്ഷനുകൾ മാത്രമാണ്, സലാത്ത് നിസ്കാരമായിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ അടക്കോ ഒതുക്കോ അല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിസ്കരിച്ചിട്ടില്ല. സുമ്മർക്ക ഹത്താ തത്മഇന്ന റാക്കിയാൻ സുമ്മർഫഅ റുക്കൂയിൽ നിന്ന് ഉയരുക. ഹത്താ തഅതദില ഖായിമൻ എന്താ, നിൽക്കുന്നവനായി സ്റ്റഡിയാകുന്നത് വരെ, നേരെയാകുന്നത് വരെ. ഇവിടെ തഅതദില ഖായിമൻ എന്നുള്ളിടത്തും അടങ്ങി പാർക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. കാരണം എന്താ, അതിൻ്റെ ചില റിപ്പോർട്ടുകളിൽ ഹത്താ തത്മഇന്ന ഖായിമൻ എന്ന് വന്നിട്ടുണ്ട്. ഹത്താ തത്മഇന്ന ഖായിമൻ. തയ്യബ്. അപ്പോൾ ഇവിടെ സുമ്മർഫഅ ഹത്താ തഅതദില ഖായിമൻ സുമ്മസ്ജുദ് പിന്നീട് നിങ്ങൾ സുജൂദ് ചെയ്യുക. ഹത്താ തത്മഇന്ന സാജിദൻ സുജൂദ് ചെയ്യുന്നവനായി നിങ്ങൾ അടങ്ങി പാർക്കുവോളം എന്ന് പറഞ്ഞാൽ അടങ്ങിപ്പാർക്കൽ സുജൂദിൽ പെട്ടതാണ്. അല്ലാതെ സുജൂദ് ചെയ്ത് അടങ്ങിപ്പാർക്കോളം പിന്നെ അതിൻ്റെ വർക്ക് തല ഉയർത്താം എന്നുള്ളതല്ല, പിന്നെ അടങ്ങി പാർക്കണം എന്നുള്ളതാണ്. ഈ ഹത്ത ഗായത്തിൻ്റെ ഹത്ത എന്നതിന് പറയാം. അടങ്ങി പാർക്കുന്നത് വരെ
സുജൂദിലുണ്ടാണെന്നുള്ള അർത്ഥം. സുമ്മർഫ, പിന്നീട് സുജൂദിൽ നിന്ന് തല ഉയർത്തുക. ഹത്ത തത്മഇന്ന ജാലിസൻ, ഇരിക്കുന്നവനായി നിങ്ങൾ അടങ്ങി പാർക്കുന്നത് വരെ. റുക്കൂ, സുജൂദ്, ഇരുത്തൊക്കെ ഇനി വരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് അതിലുള്ള മസലകളിലേക്ക് നമ്മൾ പോകാത്തത്. സുമ്മസ്ജുദ്, വീണ്ടും സുജൂദ് ചെയ്യണം. ഹത്ത തത്മഇന്ന സാജിദൻ, സുജൂദ് ചെയ്യുന്നവനായി നിങ്ങൾ അടങ്ങി പാർക്കുന്നത് വരെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, സുമ്മഫ്അൽ ദാലിക, പിന്നീട് നിങ്ങൾ ഇത് പ്രകാരം ചെയ്യണം. ഫി സ്വലാത്തിക കുല്ലിഹ, നിങ്ങളുടെ നമസ്കാരത്തിൽ മുഴുവനും. നിങ്ങളുടെ നമസ്കാരത്തിൽ മുഴുവനും. അപ്പോൾ അവിടെ ഇഷ്കാൽ, ഈ കബീർ ഉണ്ടല്ലോ, ഇതേത് കബീറ? ഇതേത് തക്ബീറ? തക്ബീറത്തുൽ ഇഹ്റാമാണ്. തക്ബീറത്തുൽ ഇഹ്റാം എല്ലാ റക്അത്തിലും ഉണ്ടോ? തക്ബീറത്തുൽ ഇഹ്റാം എല്ലാ റക്അത്തിലും, അത് നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ തക്ബീർ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ്? സുമ്മ ഫഅൽ ദാലിക ഫീ സലാത്തിക കുല്ലിഹ. ഇവിടെ തശഹൂദിനെ കുറിച്ചും സലാം വീട്ടുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇല്ല. അതെന്തുകൊണ്ട്? ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, അയാളുടെ തശഹൂദിന് ഇരുത്തവും സലാം വീട്ടലും അതിൽ പ്രശ്നം ഉണ്ടായില്ല. അത് കുറച്ച് നേരം ഇരുന്നിട്ട് തന്നെയാണ് മൂപ്പര് എന്ത് ചെയ്ത് സലാം വീട്ടിയത്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് വിശദീകരിച്ച് കൊടുക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായിരുന്നു. കൃത്യമാകാത്തതാണ് എന്ത് ചെയ്തത് ഇവിടെ വിശദീകരിച്ച് കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അയാൾ ഒളു എടുത്ത റസൂലുള്ള കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒളുവിനെ കുറിച്ച് ഇനിയിപ്പോൾ ഒളു ഇതേപോലെ എന്തെങ്കിലും ചെയ്തു വന്നാണെങ്കിലോ, എവിടെയെങ്കിലും തോണ്ടി തേച്ച് വന്ന ഒരവസ്ഥയാണെങ്കിലോ, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഒളുവിനെ കുറിച്ച് പറഞ്ഞത്. ഫഅസ്ബിഗിൽ വുദൂ സുമ്മ ഇസ്തഖ്ബിലിൽ ഖിബ്ല എന്ന് പറഞ്ഞു. തയ്യബ്, അഖ്റജഹു സബ്അ വല്ലഫ്ദു ലിൽ ബുഖാരി അല്ലേ. പിന്നെ വലി ഇബ്നു മാജത ബി ഇസ്നാദി മുസ്ലിമിൻ, അങ്ങനല്ലേ? വലി ഇബ്നു മാജ, ഇമാം ഇബ്നു മാജയ്ക്കുണ്ട്, ഇബ്നു മാജൻ്റെ സുനനിലുണ്ട്. ബി ഇസ്നാദി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിൻ്റെ സനദോടുകൂടി. ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അതേ സനദിൽ ഇബ്നു മാജ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? ചിലർക്ക് എന്തോ ഒരു അതായത് ഈ ഹദീസിനെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതേ സനദോടു കൂടിയാണ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ സനദിലുണ്ട് ഹത്താ തത്മഇന്ന ഖായിമൻ. ഇവിടെ ഉണ്ടല്ലോ ഹത്താ തഅ്തദില ഖായിമൻ എന്നാണല്ലേ. സുമ്മ റഫ, റുക്കൂയിൽ നിന്ന് ഉയരുക, നേരെ നിവർന്ന് നിൽക്കുവോളം എന്ന് പറഞ്ഞല്ലേ. അവിടെ തഅ്തദില എന്നുള്ളതിന് ബദൽ എന്താണ്? തത്മഇന്ന എന്നാണ്. നിന്ന് അടങ്ങി പാർക്കുവോളം, നേരെ നിന്ന് അടങ്ങി പാർക്കുവോളം. പിന്നെ അടുത്ത ഇതെന്താണ് പറഞ്ഞത്? വമിസ്ലുഹു ഫി ഹദീസ് റിഫാ ഇബ്നു റാഫിഅ ഇൻദ അഹ്മദ് വ ഇബ്നു ഹിബ്ബാൻ. വമിസ്ലുഹു, ഇബ്നു മാജൻ്റെ സുനനിലുള്ളത് പോലെ തന്നെ, വമിസ്ലു അതുപോലെ തന്നെ ഉണ്ട്, മിൻ ഹദീസി റിഫാ ഇബ്നു റാഫി, റിഫാ ഇബ്നു റാഫിൻ്റെ ഹദീസിൽ. എവിടെ? ഇൻദ അഹ്മദ് വലി ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ്റെയും ഇമാം അഹ്മദിൻ്റെയും അടുക്കൽ. ഇമാം അഹ്മദ് മുസ്നദിലും അതേപോലെ ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിൻ്റെ സഹീഹിലും റിഫാ ഇബ്നു റാഫിയിൽ നിന്നും ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹത്താ തത്മഇന്ന ഖായിമൻ, ഹത്താ തത്മഇന്ന ഖായിമൻ. അത് പറയാൻ കാരണം എന്തുണ്ട്? ഈ ഹത്താ തത്മഇന്ന ഖായിമൻ, തുമഇനീനത്ത് ചിലർക്ക് എന്തല്ല നിസ്കാരത്തിൽ റുക്നല്ല, പ്രത്യേകിച്ച് എഴുത്തിതാലിൽ, പ്രത്യേകിച്ച് എഴുത്തിതാല. ചിലരുണ്ടോ റുക്കൂന്ന് ഇങ്ങനെ ഉയർന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പോക്കായിരിക്കും. ഹനഫികൾ പ്രത്യേകിച്ച് അങ്ങനെ ഇത് പറയേണ്ട ഒരു അവർ കർമ്മശാസ്ത്ര സരണിയെ അവലംബിക്കണോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹത്താ തഅ്തദില ഖായിമൻ ഉണ്ടല്ലോ, അവിടെ തത്മഇന്ന ഖായിമൻ എന്നില്ലല്ലോ. പക്ഷേ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ സനദോടുകൂടി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തപ്പോൾ, എന്തിനാ ഇമാം മുസ്ലിമിൻ്റെ സനദോടുകൂടി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞത്? ഇമാം മുസ്ലിമിൻ്റെ സനദ് എന്താണ്? അത് ശക്തമാണ്. ഇബ്നു മാജൻ്റെ സനദ് പോലല്ല. പക്ഷേ ഇബ്നു മാജ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു, പക്ഷേ മുസ്ലിമിൻ്റെ സനദോടുകൂടി. പക്ഷേ മുസ്ലിമിൻ്റെ സനദിൽ എന്തില്ല? ഹത്താ തഅ്തദില ഖായിമൻ എന്നാണുള്ളത്, ഹത്താ തത്മഇന്ന ഖായിമൻ എന്നില്ല.
അപ്പോൾ മുസ്ലിമിൻ്റെ സനദോട് കൂടി ഈ ഹദീസിനെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ ഹത്താ തത്മഇന്ന ഖായിമൻ എന്നുള്ളത്. അപ്പോൾ നിന്നിട്ട് എന്ത് ചെയ്യണം? അടങ്ങി പാർക്കണം. മാത്രമല്ല ഈ ഹദീസ് ഇപ്പോൾ അബൂ ഹുറൈറയുടെ റിപ്പോർട്ടിലാണ് ഇതൊക്കെ ഉള്ളത്. ഇബ്നു മാജയും അതേപോലെ ബുഖാരി മുസ്ലിം ഇവരൊക്കെ അബൂ ഹുറൈറ റിപ്പോർട്ടിലാണുള്ളത്. പക്ഷേ റിഫാ ഇബ്നു റാഫി സംഭവത്തിന് സാക്ഷിയായ റാവി, ഈ സംഭവത്തിന് സഹോദരൻ നിസ്കരിച്ചിട്ട് റസൂലുള്ള തിരുത്തി കൊടുത്തിട്ട് ആ സംഭവത്തിന് സാക്ഷിയായ റാവിയാണ് ആര്? റിഫാ ഇബ്നു റാഫി. റിഫാ ഇബ്നു റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാണ്. ആ സംഭവം റിപ്പോർട്ട് ചെയ്ത് ഇമാം അഹ്മദ് മുസ്നദിലാണ്, ഇമാം ഇബ്നു ഹിബ്ബാൻ സഹീഹിലാണ്. അതിലും എന്തുണ്ട്? ഹത്താ തത്മഇന്ന ഖായിമൻ എന്നുണ്ട്. ഹത്താ തത്മഇന്ന ഖായിമൻ എന്നുണ്ട്. പിന്നെ വലി അഹ്മദ് അല്ലേ, വഫി ലഫ്ദിൽ ലി അഹ്മദ, ഇമാം അഹ്മദിൻ്റെ ലഫ്ദിലുണ്ട്. ഇമാം അഹ്മദിൻ്റെ ലഫ്ദിലുണ്ട്. വലി അഹ്മദാന്ന് ഞാൻ എഴുതിയത്. വഫി ലഫ്ദിൽ ലി അഹ്മദ്, അങ്ങനെ നിങ്ങളെ കോപ്പി നിങ്ങളതില വലി അഹ്മദ് എന്നല്ലേ? വലി അഹമ്മദ് അല്ലേ? വലി അഹ്മദ്, അഹ്മദിൻ്റെ ലഫ്ദിലുണ്ട്. ഇത്ര കൂടി ഉണ്ട് ഇത്. ഫഅഖിം സുൽബക ഹത്താ തർജിഅൽ ഇദാം. എന്താ? ഫഅഖിം സുൽബക്, നിങ്ങൾ നിങ്ങളുടെ മുതുകിനെ നിവർത്തണം. മുതുകിനെ നിവർത്തണം. സുൽബ് പറഞ്ഞാൽ എന്താ? മുതുക്, മുതുകല്ല ഇത് പറയാം, നട്ടല്. സുൽബിനെ നിങ്ങൾ നിവർത്തണം. ഫഅഖിം സുൽബക്, നിങ്ങളുടെ മുതുകിനെ നിങ്ങൾ നേരെ നിർത്തണം. ഹത്താ തർജിഅൽ ഇദാം, അസ്ഥികൾ മടങ്ങുന്നത് വരെ, അസ്ഥികൾ മടങ്ങുന്നത് വരെ ഉണ്ടോ? അപ്പോൾ ഇവിടെ ഫഅഖിം സുൽബക ഹത്താ തർജിഅൽ ഇദാം, അസ്ഥികൾ, അദമ ഇദാം എന്ന് പറഞ്ഞാൽ എല്ലുകൾ മടങ്ങുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? സുൽബിനെ നിവർത്തണം. അപ്പോൾ ഇങ്ങനെ റുക്കൂ ചെയ്ത് മുതുകിനെ നിവർത്തണം, അസ്ഥികൾ മടങ്ങുന്നത് വരെ. വേറെ ചില റിപ്പോർട്ടുകളിൽ ഈ ഫക്കാറുകൾ മടങ്ങുന്നത് വരെ എന്നാണ്. ഫക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? കശേരുക്കൾ മടങ്ങുന്നത് വരെ നിങ്ങൾ സുൽബിനെ നിവർത്തണം എന്നാണ്. അവിടെ എഴുത്തിതാൽ കൈയെട്ടുന്നതുമായി ബന്ധപ്പെട്ട മസല വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ആ നിർഭത്തിൽ വിശദീകരിക്കാം. അവിടെ പിന്നെ ഫക്കാറുകൾ, എല്ലുകൾ മടങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്ത് ഉള്ള അവസ്ഥയിലേക്ക് മടങ്ങുന്നത് വരെ, ഏത് സമയത്ത് ഉള്ള അവസ്ഥയിൽ മടങ്ങുന്നത് വരെ. അപ്പോൾ ചിലർ പറഞ്ഞ് നിസ്കരിക്കുന്നതിന് മുമ്പ് എല്ലുകൾ എങ്ങനെയായിരുന്നു ആ സമയത്തേക്ക് മടങ്ങുന്നത് വരെ. ചിലർ റുക്കുവിൻ്റെ മുമ്പിലേക്ക് ഉള്ള ആ സമയത്ത് മടങ്ങുന്നത് വരെ. അത് ഖിലാഫ് ഇൻഷാ അല്ലാഹ് അത് വരും. ഏതായാലും ഇവിടെ ഇമാം അഹ്മദിൻ്റെ റിവായത്തിൽ ഫഅഖിം സുൽബക്, ഇത് എഴുത്തുദാലിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ സുൽബിനെ നിങ്ങൾ നേരെയാക്കണം. ഹത്താ തർജിഅൽ ഇദാം, അസ്ഥികൾ മടങ്ങുന്നത് വരെ. ഖലാസ്, ആ ഹദീസ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇദാ ഖുംത ഇല സ്വലാത്തി ഫഅസ്ബിഗിൽ വുദു ثم استقبل القبلة فكبر ثم اقرأ ما تيسر معك من القرآن ثم اركع حتى تطمئن راكعا ثم ارفع حتى تعتدل قائما ثم اسجد حتى تطمئن ساجدا ثم ارفع حتى تطمئن جالسا ثم اسجد حتى تطمئن ساجدا ثم افعل ذلك في صلاتك كلها അഖ്റജഹു സബഅ വല്ലഫ്ദു ലിൽ ബുഖാരി. പിന്നെ ഇവിടെ ഇബ്നു മാജ മുസ്ലിമിൻ്റെ സനദോട് കൂടിയിട്ട് ഹത്താ തത്മഇന്ന ഖായിമൻ എന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദും ഇബ്നു ഹിബ്ബാനും റിഫാ ഇബ്നു റാഫിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോഴും ഹത്താ തത്മഇന്ന ഖായിമൻ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലി അഹ്മദ്, ഇമാം അഹ്മദിന് മുസ്നദിൽ ഹദീസിൻ്റെ ലഫ്ദിലുണ്ട് ഫഅഖിം സുൽബക ഹത്താ തർജിഅൽ ഇദാം. തയ്യിബ്, ഇനി ഈ ഹദീസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, വേഗം പറഞ്ഞ് പോയാൽ. വലിന്നസായി വ അബി ദാവൂദ മിൻ ഹദീസ് റിഫാ ഇബ്നു റാഫി'. വലി അബി ദാവൂദ വന്നസായി, അബൂദാവൂദ് നസായി, അബൂദാവൂദാണ് ആദ്യം സ്ഥാനം. അലാ കുല്ലി വലിന്നസായി വ അബി ദാവൂദ് മിൻ ഹദീസ് റിഫാ ഇബ്നു റാഫി'. إنها لن تتم صلاة أحدكم حتى يسبغ الوضوء كما أمره الله تعالى ثم يكبر الله تعالى ويحمده ويثني عليه وفيها فإن كان معك قرآن فاقرأ وإلا فاحمد الله وكبره وهلله. ولأبي داود ثم اقرأ بأم الكتاب وبما شاء الله.
വബിമാ ഷാ അല്ലാഹ് അത്രയല്ലേ ഉള്ളൂ. വലി ഇബ്നി ഹിബ്ബാൻ സുമ്മ ബിമാ ഷിത്ത്, വലി ഇബ്നി ഹിബ്ബാൻ സുമ്മ ബിമാ ഷിത്ത്. ഈ നുസ്ഖകളിലുള്ള വ്യത്യാസമാണിത്. അബൂദാവൂദും നസായിയും ഈ ഹദീസ് റിവായത്ത് ചെയ്തപ്പോൾ അതിലുള്ള അവരുടെ ലഫ്ദുകൾ ഇങ്ങനെയാണ്: ഇന്നഹ ലൻ തത്തിമ സലാത്തു അഹദിക്കും. ഇന്നഹ നബിസ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ തീർച്ചയായും കാര്യം, ലൻ തത്തിമ സലാത്തു അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം പൂർത്തിയാവുകയില്ല, ഹത്ത യുസ്ബിഖൽ വുദു, അവൻ വുദൂഇനെ പൂർത്തിയായി ചെയ്യുന്നത് വരെ. കമ അമറഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതുപോലെ വുദൂഇനെ പൂർത്തീകരിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം ലൻ തത്തിം, അത് പൂർത്തിയാവുകയില്ല. അള്ളാഹു കൽപ്പിച്ചത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാ ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അതാണ് അള്ളാഹു കൽപ്പിച്ചത് സൂറത്ത് മാഇദയിൽ. അപ്പോൾ അതുപോലെ വുദു പൂർത്തിയാക്കണം. സുമ്മ യുകബ്ബിർ അല്ലാഹ തആല, പിന്നെ അള്ളാഹുവിന് എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ ചൊല്ലണം. വയഹ്മദഹു വയുസ്നി അലൈഹി, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം. വയുസ്നി അലൈഹി, അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണം. വയഹ്മദഹു വയുസ്നി അലൈഹി ഉണ്ടാ. സുമ്മ യുകബ്ബിറുല്ലാ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താ യുകബ്ബിറുല്ലാ? അള്ളാഹുവിന് തക്ബീർ ചൊല്ലണം, അള്ളാഹു അക്ബർ ചൊല്ലണം. വയഹ്മദഹു വയുസ്നി അലൈഹി, അള്ളാഹുവിന് ഹംദും അതേപോലെ സനാവും, സനാ എന്ന് പറഞ്ഞാൽ വാഴ്ത്തലും പുകഴ്ത്തലാണ്, അതും ചെയ്യണം എന്നാണ്. അതെന്താ? ദുആഉൽ ഇഫ്തിതാഹ്, ദുആഉൽ ഇഫ്തിതാഹ്. അപ്പോൾ ഒരു ഇഷ്കാലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമസ്കാരം പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? വുളു പുതുക്കണം, തക്ബീർ ചൊല്ലണം. തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്, അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ദുആഉൽ ഇസ്തിഫ്താഹാണ് എങ്കിൽ ദുആഉൽ ഇസ്തിഫ്താഹിൻ്റെ ഹുക്ം എന്താ? വാജിബാണോ സുന്നത്താണോ? സുന്നത്താണ്. സുന്നത്ത് ഒരാൾ എടുത്തിട്ടില്ലെങ്കിൽ നിസ്കാരം പൂർത്തിയാവും, നിസ്കാരം പൂർത്തിയാവും. അപ്പോൾ ഇവിടെ ഇതെങ്ങനെ സുന്നത്ത് അല്ല ആയ ദുആഉൽ ഇസ്തിഫ്താഹ് ആകുക? അതിലൊരു ഇഷ്കാലാണ്. പക്ഷെ ഇവിടെ യഹ്മദുഹു വയുസ്നി അലൈഹി എന്നുള്ളതിന് പണ്ഡിതന്മാർ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ എന്നുള്ളത് ഹംദും സനാവുമാണ്. മനസ്സിലായി? അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അതാണ് ശരിയോട് അടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഫീഹ ആ റിവായത്തിലുണ്ട്, അബൂദാവൂദിൻ നസായിൻ്റെ റിവായത്തിലുണ്ട്. അതിൻ്റെ പിന്നെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത്. ഫഇൻ കാന മഅക ഖുർആനും, താങ്കളുടെ കൂടെ ഖുർആൻ ഉണ്ട് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് താങ്കളുടെ കൂടെ ഖുർആൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഖുർആൻ അറിയാമെങ്കിൽ ഫഖ്ർ, നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം. അപ്പോൾ ഖുർആൻ ഓതാൻ സാധിക്കുമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതുക തന്നെ വേണം. സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയുന്നവർ സൂറത്തുൽ ഫാത്തിഹ ഓതുക തന്നെ വേണം. ഇല്ല, അതിന് സാധ്യമല്ല എങ്കിൽ, ഖുർആൻ അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫഹ്മദില്ല, എന്താ? അൽഹംദുലില്ലാ പറയുക. വകബ്ബിറുഹു, അള്ളാഹുവിനെ അള്ളാഹു അക്ബർ എന്ന് പ്രകീർത്തിക്കുക. വഹല്ലിൽഹു, എന്താ ഹല്ലിൽഹു? ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുക. ഫഹ്മദില്ലാഹ വകബ്ബിറുഹു വഹല്ലിൽഹു, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നിവ ചൊല്ലുക. ഇതാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഖുർആൻ ഓതാൻ കഴിഞ്ഞിടത്തോളം ഖുർആൻ ഓതി തന്നെ വേണം. ഖുർആൻ ഓതാൻ കഴിയാത്തവരാണ് എന്ത് ചെയ്യേണ്ടത്? അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ അത് ചെല്ലേണ്ടത്. ഇവിടെ ഖുർആൻ ഓതാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഖുർആൻ അറിയില്ല, ഇപ്പോൾ ഒരാൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നു, അയാൾ നിസ്കരിക്കണമല്ലോ, കലിമലിനോടുകൂടി അയാൾ നിസ്കരിക്കണം. ഇപ്പോഴാണ് അയാൾ വരുന്നതെങ്കിൽ അയാൾ വിഷയം നിസ്കരിക്കണ്ടേ? അപ്പോൾ നമ്മൾ അയാളോട് എന്താ പറയുക? നിങ്ങൾ അൽഹംദുലില്ലാ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാ പറയുക, സുബ്ഹാനല്ലാഹ് പറയുക, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. മനസ്സിലായി? ഒരാൾ വയസ്സായിക്കണ്, വാർദ്ധക്യമുണ്ട്, അയാൾക്ക് ഓതാൻ കഴിയില്ല, പറ്റേ ഒക്കെ നിസ്കരിക്കണം എന്ന് ബോധമുണ്ട്, പക്ഷേ ഓതാൻ കഴിയില്ല എങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മഹദി വന്നു. എനിക്ക് കൊണ്ടത് ഉമ്മുഹാനി അവർക്ക് വയസ്സായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എനിക്ക് ഓതാൻ കഴിയില്ല, എനിക്ക് ഭയങ്കര ഭാരമായിട്ട് ഉണ്ട്, പിന്നെ ഇത് മതത്തിൻ്റെ ഷായറുകൾ ഖുർആൻ പാരായണമൊക്കെ.
അപ്പോൾ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇത് ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അത് അത്തരക്കാർക്കുള്ളതാണ്. വലി അബൂദാവൂദിൻ്റെ റിവായത്തിലുള്ളത് സുമ്മ ഖ്റ ബി ഉമ്മിൽ കിതാബ്, നിങ്ങൾ ഉമ്മുൽ കിതാബ് ഓതുക. ഉമ്മുൽ കിതാബ് ഏതാ? സൂറത്തുൽ ഫാത്തിഹ ഓതുക. വബിമാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതും, ഖുർആനിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചതും നിങ്ങൾ ഓതുക. അതായത് സൂറത്തുൽ ഫാത്തിഹ ഓതുക, അതിനുശേഷം സൂറത്ത് ഓതുക, ഒരായത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത്. വലി ഇബ്നു ഹിബ്ബാൻ്റെ റിവായത്തുള്ളത് സുമ്മ ബിമാഷാ അള്ളാഹ് എന്നല്ലേ, അള്ളാഹു ഉദ്ദേശിച്ചത് അതിന് പകരം താങ്കൾ ഉദ്ദേശിച്ചത്ര ഖുർആൻ ഓതുക എന്നാണുള്ളത്. ഖലാസ്, ഇതാണ് പിന്നെ ഹദീസ്. സുമ്മ ഇഖ്റ ബി ഉമ്മിൽ കിതാബ് വ ബിമാഷാ അള്ളാഹ്. നിങ്ങളെ റിവായത്ത് കിതാബ് മിനൽ ഖുർആൻ എന്നുണ്ടല്ലേ, അതില്ലാത്തൊരു ഇതുണ്ട്, നുസ്ഖകളുണ്ട്. വലി ഇബ്നു ഹിബ്ബാൻ സുമ്മ ബിമാഷിത്. ഇതിലിപ്പോൾ നമ്മളിന്ന് മസാലകളെ കുറച്ചിന് മസാലകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഹദീസുകളിലൊക്കെ ഇതിൽ സിഫത്ത് സലായിൽ ഓരോ മസാലകളും വരും. അപ്പോൾ അവിടെ നമുക്ക് ചില മസാലകളൊക്കെ പിന്നീട് ഉണർത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.